കാനഡയിലെ ഒൻറ്റാരിയോയിൽ തൊഴിൽ പെർമിറ്റുകളിൽ വലിയ മാറ്റം വരുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒൻറ്റാരിയോ പ്രീമിയർ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏകദേശം 1,00,000 പുതിയ തൊഴിൽ പെർമിറ്റുകൾ നൽകാനാണ് പദ്ധതി. ഇത് പല ആളുകൾക്കിടയിലും ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ പുതിയ പെർമിറ്റുകൾ ആർക്ക് വേണ്ടിയാണ്? ഈ തൊഴിൽ പെർമിറ്റുകൾ പ്രധാനമായും അഭയം തേടുന്നവർക്കും കാനഡയിൽ ഇതിനോടകം താമസിക്കുന്ന അഭയാർത്ഥികൾക്കും വേണ്ടിയുള്ളതാണ്. പ്രത്യേകിച്ചും ഒൻറ്റാരിയോയിൽ താമസിക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമാകും. കാനഡ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നതിൽ പേരുകെട്ട രാജ്യമാണ്. സ്വന്തം രാജ്യത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെയും കാനഡ സ്വീകരിക്കാറുണ്ട്. ഈ അഭയം തേടുന്നവരിൽ പലരും ആരോഗ്യവാന്മാരാണ്. അവർക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് തൊഴിൽ പെർമിറ്റ് കിട്ടാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ ഇത് 2 വർഷം വരെ എടുക്കാറുണ്ട്. ഇത് ഫെഡറൽ ഗവൺമെൻറ് നൽകേണ്ട പെർമിറ്റുകളാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം? ഒൻറ്റാരിയോ സർക്കാർ ഈ അഭയം തേടുന്നവരെ സഹായിക്കാൻ ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അവരുടെ ഹോട്ടൽ താമസത്തിന് മാത്രം ഏകദേശം $1.1 ബില്യൺ ഫെഡറൽ ഗവൺമെൻറ് നീക്കിവെച്ചിട്ടുണ്ട്. ജോലി ചെയ്യാൻ തയ്യാറുള്ള ഇവർക്ക് പക്ഷേ അതിനുള്ള പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായി പണം സമ്പാദിക്കാൻ കഴിയുന്നില്ല. വാടക പോലുള്ള ചെലവുകൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഒൻറ്റാരിയോ സർക്കാർ അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ജോലി കിട്ടിയാൽ സമൂഹത്തിന് അത് ഉപകാരപ്രദമാകും. അതുപോലെ സർക്കാരിൻ്റെ സാമ്പത്തിക ഭാരം കുറക്കാനും സാധിക്കും. ഈ മാറ്റങ്ങൾ വരുത്താനായി ഇമിഗ്രേഷൻ നിയമത്തിലെ സെക്ഷൻ 9 എന്ന ഭാഗം ഉപയോഗിക്കാൻ പ്രീമിയർ ആലോചിക്കുന്നു. ഇതിൻ്റെ ഫലം എന്തായിരിക്കും? അഭയം തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല വാർത്തയാണ്. കാരണം അവർക്ക് ജോലി കണ്ടെത്താനും സ്വന്തമായി ജീവിക്കാനും ഇത് സഹായിക്കും. എന്നാൽ ഇത് കാനഡയിലുള്ള മറ്റു പലരെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഇതിനോടകം കാനഡയിൽ ധാരാളം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള മലയാളി വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു. അവർ പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള പെർമിറ്റുമായി വന്നവരാണ്. പക്ഷേ അവർക്ക് പോലും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ 1,00,000 ആളുകൾ കൂടി ജോലി ചെയ്യാൻ വരുമ്പോൾ ജോലിക്കുള്ള മത്സരം കൂടും. ചില കമ്പനികൾ അഭയാർത്ഥികളെ ജോലിക്ക് വെക്കാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കാം. കാരണം അഭയം തേടുന്നവരെ ജോലിക്ക് വെക്കുന്ന കമ്പനികൾക്ക് കനേഡിയൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റോ സാമ്പത്തിക സഹായം നൽകും. ഇങ്ങനെ സാമ്പത്തിക സഹായം ലഭിക്കുന്നത് കൊണ്ട് കഴിവുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനേക്കാൾ അഭയാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ കമ്പനികൾക്ക് താല്പര്യമുണ്ടാകാം. കമ്പനികൾ ഒരു വ്യക്തിയുടെ വർക്ക് പെർമിറ്റിന് എത്ര കാലാവധിയുണ്ട് എന്ന് നോക്കാറുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിൻ്റെ വർക്ക് പെർമിറ്റ് 6 മാസത്തിനുള്ളിൽ തീരുകയാണെങ്കിൽ അവരെ ജോലിക്കെടുക്കാൻ കമ്പനികൾക്ക് താല്പര്യമുണ്ടാകില്ല. കാരണം അവർക്ക് ട്രെയിനിങ് നൽകി കുറഞ്ഞ സമയം കൊണ്ട് അവർ പോവുകയാണെങ്കിൽ കമ്പനിക്ക് നഷ്ടം വരും. ഫെഡറൽ ഗവൺമെൻറ് വഴി വർക്ക് പെർമിറ്റ് അപേക്ഷിച്ചാൽ അത് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ 8 മുതൽ 9 മാസമോ അല്ലെങ്കിൽ 2 വർഷം വരെയും എടുത്തേക്കാം. നിങ്ങളുടെ അപേക്ഷ 8 മുതൽ 9 മാസമായിട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻക്വയറി അയക്കാവുന്നതാണ്. അതിനായി ഒരു വെബ് ഫോം ഉപയോഗിക്കാം. എന്നാൽ നിങ്ങളുടെ അപേക്ഷയുടെ പുരോഗതി അറിഞ്ഞതിന് ശേഷം മാത്രം അയക്കുക. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ചെക്സും എല്ലാം കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ കൂടുതൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വാർത്ത കേട്ട് മറ്റ് പ്രൊവിൻസുകളിൽ നിന്ന് ഒൻറ്റാരിയോയിലേക്ക് താമസം മാറാൻ ആലോചിക്കുന്നവർ കുറച്ചു കാലം കാത്തിരിക്കുക. കാരണം ഈ പുതിയ പെർമിറ്റുകൾ ഇപ്പോൾ അഭയം തേടുന്നവർക്ക് മാത്രമുള്ളതാണ്. വർക്ക് പെർമിറ്റ് തീരാറായ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഇങ്ങനെയൊരു സഹായം ലഭിക്കുമെന്നും പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കാനഡയിൽ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ചുരുക്കത്തിൽ ഒൻറ്റാരിയോയിലെ പുതിയ തൊഴിൽ പെർമിറ്റ് നിയമം അഭയാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. അവർക്ക് ജോലി ചെയ്ത് സ്വന്തമായി ജീവിക്കാൻ സാധിക്കും. എന്നാൽ ഇത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞേക്കാം. അതിനാൽ ഈ മാറ്റങ്ങൾ എങ്ങനെ നടപ്പാക്കുന്നു എന്നത് ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു.